ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ക്രിസ്തുനാഥൻ്റെ ജീവിത നാൾ വഴിയിലെ ആദ്യ അത്ഭുതമായി തിരുവചനം ചിത്രീകരിച്ചിരിക്കുന്നത് വെള്ളത്തെ വീഞ്ഞാക്കുന്ന സംഭവമാണ്. അവസാന അത്ഭുതങ്ങളിൽ ഒന്ന് വീഞ്ഞിനെ രക്തമാക്കുന്നതും. ഈ രണ്ട് സംഭവങ്ങളും പന്തിഭോജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ആദ്യത്തേത് വിവാഹ ഭവനം, രണ്ടാമത്തത് പെസഹ ഭവനം. ഈ രണ്ടിടത്തും ദൈവിക സ്പർശനത്തിലൂടെ സംഭവിക്കുന്ന രൂപാന്തരീകരണത്തിൻ്റെ പാഠമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം സ്പർശിച്ചാൽ മൂല്യരഹിതമായ ഏതും അമൂല്യമായി മാറ്റപ്പെടും. പഴയ സാധനങ്ങൾ വീണ്ടും കേടുപാടുകൾ പോക്കി പോളിഷ് ചെയ്ത് വിൽക്കുന്ന ഒരു കട ഉടമ മുഴുവൻ പഴയ സാധനങ്ങളും അദ്ദേഹം ലേലം ചെയ്യുവാൻ തുടങ്ങി. ഒന്നൊഴികെ സകല സാധനങ്ങളും വൻ വിലയ്ക്ക് വിൽക്കപ്പെട്ടു. എന്നാൽ തന്ത്രികൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീണ ആ കൂട്ടത്തിൽ അവശേഷിച്ചു. അത് പൊടി പിടിച്ച് അഴുക്കു പുരണ്ട് ആ കടയുടെ മൂലയ്ക്ക് ചാരി വച്ചിരുന്നു. അതിന് $1 വില പറഞ്ഞ് ലേലം ആരംഭിച്ചു. എന്നാൽ ആരും ലേലത്തിൽ പങ്കുകൊണ്ടില്ല. കൂട്ടത്തിൽ നിന്ന് ഒരാൾ ആ വീണ കയ്യിലെടുത്ത് പൊടി തട്ടി അഴുക്കു തുടച്ച് പൊട്ടിയ തന്ത്രികൾ വേഗത്തിൽ കെട്ടി അയാൾ അത് മീട്ടുവാൻ തുടങ്ങി. അതിമനോഹരമായ സംഗീതം ആ പൊട്ടിപ്പൊളിഞ്ഞ വീണയിൽ നിന്നും പുറത്തു വന്നു. ആ വീണ സ്വന്തമാക്കാൻ മത്സരിച്ച് ലേലം വിളിയും ആരംഭിച്ചു. അന്തിയായിട്ടും ലേലം ഉറപ്പിച്ചില്ല. കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു ചോദിച്ചു, $1 പോലും വിലയില്ലാത്ത ഈ വീണയിൽ എന്താണ് സംഭവിച്ചത്? വയോധികനായ ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "ദ മാസ്റ്റേഴ്സ് ടച്ച് ഹാസ് മെയ്ഡ് ദി ഡിഫറൻസ്." ഗുരുവിൻ്റെ സ്പർശനത്താൽ മാറ്റമുണ്ടായതാണ്. സത്യത്തിൽ കാനാവിൽ വിവാഹഭവനത്തിൽ സംഭവിച്ചതും ഇതുതന്നെയല്ലേ? നിറവും മണവും ഇല്ലാത്ത വെള്ളത്തെ നിറവും മണവും ഗുണവും ഉള്ളതാക്കി തീർക്കുവാൻ ഗുരുനാഥൻ്റെ സ്പർശനം ആവശ്യമായിരുന്നു. ഗുരുനാഥൻ്റെ ദിവ്യ കരസ്പർശനമാണ് നോമ്പിൽ സംഭവിക്കുന്നത്. അടുത്തു വന്ന് അനുഗ്രഹം പ്രാപിപ്പീൻ എന്ന പ്രവചന ശബ്ദം നോമ്പിൻ്റെ നാൾ വഴിയിൽ കേൾക്കാൻ ഇടയാകണം. വെള്ളം വീഞ്ഞാക്കിയ ആ നസ്രത്തുകാരനരികിൽ സകല കുറവുകളോടും കൂടെ അടുത്തിരുന്നാൽ സത്യത്തിൽ രസരഹിതമായ ജീവിതത്തെ രസസഹിത ജീവിതമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. നമുക്ക് അദ്ദേഹത്തോട് അടുത്തിരിക്കാം, അദ്ദേഹത്തെ അറിയാം, പരസ്പരം നമുക്ക് അദ്ദേഹത്തെ സ്പർശിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഇതാകട്ടെ ഈ നോമ്പിൻ്റെ തലവാചകം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.